കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും യുവജനതയുടെ ഹരമായ ലോകപ്രശസ്ത ദക്ഷിണ കൊറിയൻ ബാൻഡ് ടീം BTS തിരിച്ചു വരുമോ? ആരാധകർ കാത്തിരിക്കുകയാണ്. ആരാധകരുടെ ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കിയ BTS ബാൻഡിലെ പോപ്പ് സൂപ്പർസ്റ്റാറുകളായ RM-ഉം V-യും ദക്ഷിണ കൊറിയൻ സൈന്യത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. ചൊവ്വാഴ്ച ചിഞ്ചൂൺ സിറ്റിയിൽ ഇരുവരും മോചിതരായപ്പോൾ മെക്സിക്കോ, തുർക്കി, ബ്രസീൽ എന്നിവിടങ്ങളടക്കം രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകരാണ് അവരെ അനുമോദിക്കാനായി അവിടെ കൂടിയത്. ദക്ഷിണ കൊറിയയിലെ നിർബന്ധിത സൈനിക സേവനത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് BTS ബാൻഡ് തന്നെ പിരിച്ചുവിട്ടതാണ്. 2025 തന്നെ വീണ്ടും ഒരു ഗ്രൂപ്പായി ഒരുമിക്കാനാണ് ഇപ്പോൾ BTSലെ 7 പേരുടെയും തീരുമാനം. അവിടെയാണ് ആരാധകരുടെ പ്രതീക്ഷകൾ വീണ്ടും തുടങ്ങുന്നത്. കിം നാംജൂൺ ആണ് പ്രൊഫഷണലായി RM എന്നറിയപ്പെടുന്നത്. ദക്ഷിണ കൊറിയൻ ബോയ് ബാൻഡ് BTSന്റെ ലീഡറാണ് RM. ബോയ് ബാൻഡിൻ്റെ പ്രധാന റാപ്പർ, ഗാനരചയിതാവ്, കമ്പ്യൂസർ, നിർമ്മാതാവ് എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. കിങ് ഹ്യൂങ് ആണ് V എന്നറിയപ്പെടുന്നത്. RM-ഉം V-യും 2023 ഡിസംബറിലാണ് നിർബന്ധിത സൈനിക സേവനം ആരംഭിച്ചത്. അതേസമയം മറ്റ് 3 BTS അംഗങ്ങൾ ജിൻ, ജെഹോപ്പ്, സുഗ എന്നിവർ മാസങ്ങൾക്ക് മുമ്പ് നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയിരുന്നു. K-pop സൂപ്പർ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായ ജിൻ 2024 ജൂണിൽ പുറത്തിറങ്ങി. ജെഹോപ്പ് ആകട്ടെ ഒക്ടോബറിലാണ് സൈന്യത്തിൽ നിന്നും സേവനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത്. ജിമിനും ജങ്കുക്കും ബുധനാഴ്ച സൈനിക സേവനം അവസാനിപ്പിച്ച് പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. 7ാമത്തെ അംഗമായ സുഗ സൈനിക സേവനത്തിന് പകരമായി ഒരു സാമൂഹിക സേവന ഏജന്റായാണ് ഇതുവരെ പണിയെടുത്തത്. ദക്ഷിണ കൊറിയയിൽ 18 മുതൽ 28 വയസ്സ് പ്രായമുള്ള ശാരീരിക ക്ഷമതയുള്ള എല്ലാ പുരുഷന്മാരും നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിച്ചിരിക്കണം. അതും 18 മുതൽ 21 മാസം വരെ എന്നാണ് ആ നാട്ടിലെ നിയമം. എതിരാളികളായ ഉത്തര കൊറിയയിൽ നിന്നുള്ള ഏറ്റുമുട്ടൽ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സൈനിക പദ്ധതി. ചില പ്രത്യേക മത്സരങ്ങളിൽ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ദേശീയ അന്തസ്സ് വർദ്ധിപ്പിച്ചു എന്ന് ഭരണകൂടത്തിന് കരുതാമെങ്കിൽ അത്ലറ്റുകൾ, ക്ലാസിക്കൽ, പരമ്പരാഗത സംഗീതജ്ഞർ, ബാലെ, നർത്തകർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇളവുണ്ട്. എന്നാൽ ലോകപ്രശസ്തരായിട്ട് കൂടി BTS അടക്കമുള്ള പോപ്പ് താരങ്ങൾക്ക് ഇത്തരം ഇളവൊന്നും ദക്ഷിണ കൊറിയ നൽകിയിരുന്നുമില്ല. പക്ഷേ ദേശീയ അസംബ്ലി സൈനിക സേവന നിയമം പരിഷ്കരിച്ച ശേഷം K-pop താരങ്ങൾക്ക് 30 വയസ്സ് വരെ അവരുടെ സൈനിക സേവനം നീട്ടി നൽകിയിരുന്നു. ഇതോടെ BTS അംഗങ്ങൾക്ക് 2022 വരെ പിടിച്ചു നിൽക്കാനായി. ഇതിനിടെയാണ് പൊതുവായ ചർച്ച നടന്നത് BTS അംഗങ്ങൾക്ക് പ്രത്യേക ഇളവ് നൽകണമോ എന്ന്. 2022 ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ് ഏജൻസി 7 അംഗങ്ങളും രാജ്യത്തോടുള്ള സൈനിക സേവന കടമകൾ നിറവേറ്റുമെന്ന് പ്രഖ്യാപിച്ചതോടെ BTS ബാൻഡ് താൽക്കാലികമായി പിരിച്ചുവിടുകയായിരുന്നു. എന്തായാലും 7 പേരും ഇപ്പോൾ സൈനിക സേവനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നതോടെ പഴയ BTS ഗ്രൂപ്പ് വീണ്ടും ഒന്നാകാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.